നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യവും നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ ആഴ്ചതോറും നടക്കുന്ന വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതി പറഞ്ഞു, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നുവെന്ന്. വി സ്പീക്ക് വിസ്ഡം എമംഗ് ദോസ് ഹൂ ആർ പെർഫെക്റ്റ്. ഞാൻ ഇവിടെ സംസാരിക്കുന്ന ദൈവജന ഭാഗങ്ങൾ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് അത് ഒരു സർട്ടൻ ലെവൽ ഓഫ് നോളജ് വേദപുസ്തകത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ലിസണേഴ്സൊക്കെ ആ ലെവലിൽ ഉള്ളവരാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നിങ്ങൾ ചോദിച്ചേക്കും എനിക്കെങ്ങനെയാണ് വിശ്വാസം ഉണ്ടായെന്ന്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം. എൻ്റെ വീഡിയോയുടെ താഴവും നിങ്ങൾ ഇടുന്ന പ്രതികരണം കാണുമ്പോൾ മാത്രമല്ല, നിങ്ങൾ തുടർച്ചയായിട്ട് ക്ലാസ്സിൽ വരികയും ചെയ്യുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് വചനത്തെപ്പറ്റി ഗ്രാഹ്യമുള്ളവരാണ് എന്ന്. ഈ ഹയർ വിസ്ഡം എന്നൊരു കാര്യമുണ്ട്. ഹയർ വിസ്ഡത്തിൻ്റെ ഒരു പ്രോബ്ലം, ആ ലെവലിൽ എത്താത്ത ആളുകളോടത് പറയരുത്. പറഞ്ഞാൽ അത് ഒരുപാട് അപകടം ദോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഈ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ച് എന്ന് പറയുമ്പം അതെപ്പം നടക്കാമെന്നൊരു ബോധമില്ല വന്നു കഴിയുമ്പോൾ നമ്മൾ അത് അനുചിതമായ സമയമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി പറയും. ഇപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാഹളം ധ്വനിപ്പിച്ച് സഭയെ സ്വർഗത്തിലെടുത്ത ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പം നടക്കുകയാണെന്നും ചുമന്ന കുതിര വന്നപ്പം കമ്മ്യൂണിസ്റ്റുകാർ ലോകം മുഴുവൻ ഭരിച്ചെന്നുമൊക്കെ പറഞ്ഞു പിടിപ്പിച്ചാൽ അത് ദൈവവചനത്തിന് എതിരായ കാര്യമാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ശിക്ഷാവിധി ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് അറിയാതെ ഇരിക്കെ അറിയാവുന്ന ധാരണയിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മാനുഷിക വ്യാഖ്യാനങ്ങൾ കൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്യുന്നത് ദാറ്റ്സ് നോട്ട് ഇൻ ഗോഡ്സ് പ്ലാൻ. That's the first thing I want to tell you. Now we are coming to chapter 7. That chapter 7 has a whole list of complications. I would say it's rather a conundrum. Means it is creating questions or doubts or complications one after another. ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ മറ്റൊന്നിന് സംശയം, ഇങ്ങനെ ഒന്ന് സംശയങ്ങളുടെ ഒരു ദീർഘമായ ശൃംഖല തീർക്കുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 7. So, before entering into chapter 7, I had a certain question from my last class regarding something which I told, but it was not clear enough to many of my listeners. That's what I heard. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാനത് ക്ലിയർ ആക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അത് എൻ്റെ വിശ്വാസമില്ല, പക്ഷെ കേട്ട ഒരുപാട് പേർക്കും അത് ക്ലിയർ ആണെന്ന് തോന്നിയില്ല. ഇതാ പറ്റുന്ന ഞങ്ങൾ ഈ ഉപദേശിമാർക്ക് പറ്റുന്ന വലിയൊരു പ്രോബ്ലം അതാണ്. നമ്മൾ കാത്തിച്ചങ്ങ് വിടും. നമ്മളെ ആയിരിക്കുന്നത് മുഴുവൻ മനസ്സിലായി, ഭയങ്കര അഭിഷേകമായിരുന്നു, ദൂതായിരുന്നു, അന്യഭാഷയായിരുന്നു, വിടുതലായിരുന്നു, എന്തോ ആയിരുന്നെന്ന്. ആളുകൾ നമ്മുടെ പ്രസംഗം കേട്ട് ഉറക്കം വരാതിരിക്കാനാണ് ഈ അന്യഭാഷ വരുന്ന സ്വത്രം 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 പറയുന്ന ശരീരം ഒതുക്കം നനക്കുന്നതും കൈക്കെട്ടൊക്കെ നനക്കുന്നതും തലയൊതിച്ചരിക്കുന്നതൊക്കെ. അല്ലാതെ അഭിഷേകം കൊണ്ടൊന്നുമല്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രസംഗത്തിൽ എന്തോ ആത്മാവ് ഇറങ്ങുമായിരുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ വിചാരമല്ലല്ലോ, കേൾക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലായെന്നുള്ളതല്ലേ. ബൈബിളിൽ നമ്മൾ ത്രൂ ഔട്ട് പഠിക്കുമ്പോൾ ഈ റൈച്ചസ് നീതിമാന്മാർ എന്നൊരു ലിസ്റ്റ് ആളുകളെ കാണാം. അപ്പോൾ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ സഭ എടുക്കപ്പെട്ട ശേഷം എൻ്റെ മഹോപദ്രവകാലം എന്നുള്ള വ്യക്തമാണ്. മഹോദരകാലത്തൊക്കെ വിശുദ്ധന്മാർ 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 അല്ലെങ്കിൽ നീതിമാന്മാർ 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 എന്നൊരു കൂട്ടരുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും ഇത് സഭയാണ്. നമ്മൾ നീതിമാന്മാരല്ലോ, ആണല്ലോ, നമ്മൾ നീതിമാന്മാരാണ്. കാരണം നമ്മളെ കർത്താവ് നീതിമാനെന്ന് എണ്ണിയതാ. കർത്താവ് നമ്മളെ നീതിമാനെന്ന് എണ്ണിയതാ.
ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ യാഗത്തിലുള്ള അല്ല, ആ ആ പിന്നെ പരമയാഗത്തിൽ വിശ്വസിച്ച് നമുക്ക് നീതിയായിട്ട് കണക്കിട്ടതാ. അതാണ്. എന്നാൽ ഈ നീതിമാന്മാരെന്ന് പറയുമ്പോൾ ഒരു ഹോൾ ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റാണ് ഇത് എടുക്കേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകതയും ഒരു വാക്യം പറയുന്നതിനകത്ത് അതിനകത്ത് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കാര്യം റെഫറൻസിലുണ്ട്. യോഹന്നാനോട് സംസാരിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യം റെഫറൻസിലുണ്ട്. ഈ ലോകാവസാനം കഴിഞ്ഞിട്ടും നടക്കുന്ന കാര്യങ്ങൾ റെഫറൻസിലുണ്ട്, ഒരു വാക്യത്തിനകത്ത്. അപ്പോൾ നമ്മൾ പൊരുൾ തിരിക്കാൻ വരുമ്പോൾ ഇത് എന്ന് നടന്നതാണ് എന്നുള്ള കാര്യത്തെപ്പറ്റി അതിൻ്റെ ടൈം സ്കീമാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2-ാം അധ്യായത്തിൽ സഭകൾക്ക് ദൂത് പറയുമ്പോൾ അവസാനിപ്പിക്കുന്ന എവിടെയാണെന്നറിയാമോ? ലവദിക്യ സഭയുടെ ദൂതനെ എഴുതുക. ലവദിക്യ സഭയുടെ ദൂതനെ എഴുതുക എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നെന്ന. നമ്മൾക്ക് അതിൻ്റെ വാക്യം എഴുതുന്നത്, ഹൃദയ കവാടത്തിൽ മുട്ടി വിളിക്കുന്ന മധുരസ്വരം ഞാൻ കേട്ടു. അവിടെ എന്താ പറഞ്ഞത്? ഹൃദയവാതിൽക്ക് മുട്ടി വിളിക്കുന്ന കാര്യമാണെന്നോ? പള്ളിക്ക് പുറത്ത് നമ്മുടെ ഈ വലിയ കെട്ടിടമുണ്ട്, പള്ളി കെട്ടിടമുണ്ട്. അയ്യോ എൻ്റെ കർത്താവ്, പണ്ട് ഈ കത്തോലിക്കരും യാക്കോബക്കാരും മർത്തോമക്കാരും വലിയ കെട്ടിടം വെക്കുന്നത്, വലിയ ചർച്ച് ബിൽഡിങ് വെക്കുന്നത്. ഇപ്പോഴും അവരും അടുത്താകും, അവർക്ക് മനസ്സിലായതുകൊണ്ട് യാതൊരു ഗുണമില്ലെന്ന്. ഇപ്പോൾ ഭയങ്കര കെട്ടിടങ്ങളൊക്കെ വെക്കുന്ന പെന്തക്കോസ്തുകാരാണ്. അതിനകത്ത് എൻട്രി ഇല്ലാത്ത ഒരേ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവിനത് സഹിക്കാൻ പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള സഭയെ പറ്റി പറയുമ്പോൾ കർത്താവ് പറയുക, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്തിൻ്റെ വാതിൽക്കൽ? ഹൃദയവാതിൽക്കൽ, കവാടത്തിലല്ല, സഭയുടെ വാതിൽക്കൽ. കാര്യം ഇതിനകത്ത് നടക്കുന്ന കാര്യം കർത്താവിന് കാണാൻ പറ്റുന്നതല്ലെന്നേ. യേശുക്രിസ്തുവിന് ഇതിനകത്ത് കയറി വരാനും ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാനും പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുങ്ങളെ രക്ഷിക്കുകയും വേണം. അപ്പം ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, എന്ന് പറഞ്ഞാൽ ഈ പള്ളിയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങി വരാമെന്നുണ്ടെങ്കിൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അപ്പോൾ അത് 2-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ അനുസരിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് സംഭവിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ ഞാൻ നീതിമാന്മാരെന്ന വിഷയം എടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രീതിയിലാണ് ആളുകൾ നീതീകരിക്കപ്പെടുന്നത്. നീതീകരിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനായിരുന്നു ഹാബേൽ. ഹാബേൽ എന്തുകൊണ്ടാണ് നീതീകരിക്കപ്പെട്ടത്? കായീനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു. ഉത്തമമായ യാഗം കഴിച്ച് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അങ്ങനെയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നീതീകരിക്കപ്പെട്ട 2-ാമത്തെ മനുഷ്യനെ പറ്റി വായിക്കുന്ന ഹാനോക്കാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു. എ ലോങ് ലൈഫ് ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. ദൈവത്തിൽ നിന്ന് കേട്ടത് മറ്റുള്ളവരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഹാനോക്ക് നീതീകരിക്കപ്പെട്ടത്. പിന്നെ നമ്മൾ നീതിമാന്മാർ ലിസ്റ്റ് എടുക്കുമ്പോൾ അടുത്ത കാണുന്നത് നോഹയാണ്. നോഹ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? നോഹ നീതീകരിക്കപ്പെട്ടത് ഒരു ഡ്യുവാലിറ്റി ഉണ്ട്. ഇവർക്കെല്ലാം ഡ്യുവാലിറ്റി ഉണ്ട് കേട്ടോ. നോഹ നീതീകരിക്കുമ്പോൾ ഒന്ന്, അതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ ഒരു കാര്യത്തെപ്പറ്റി ദൈവം പറഞ്ഞപ്പോൾ നോഹ അങ്ങ് വിശ്വസിച്ചു. എങ്ങനെയാണ് വിശ്വസിച്ചത്? ആർക്കറിയാം? അങ്ങ് വിശ്വസിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, താൻ വിശ്വസിച്ച കാര്യം നോഹ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്തു. നോട്ട് ഓൺലി ദാറ്റ് ഹി ബിലീവ്ഡ്, ബട്ട് എന്തോ ചെയ്തു? താൻ വിശ്വസിച്ച കാര്യം നോഹ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് നോഹ നീതീകരിക്കപ്പെട്ടത്. അങ്ങനെയാണ് താൻ നീതീകരിക്കപ്പെട്ടത്. ഓക്കെ, അപ്പം നോഹയുടെ നീതീകരണത്തെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് നീതീകരണം അബ്രഹാമിൻ്റെയാണ്.
അബ്രഹാമിൻ്റെ നീതീകരണം എന്ന വിഷയം വരുമ്പോഴാണ് ഫെയ്ത്ത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. രണ്ട് കാരണങ്ങളാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം എന്നെ ഒന്ന് കാണിക്ക്, എന്നിട്ട് ഞാൻ വരാം എന്നല്ല പറഞ്ഞത്. ഷോ മീ ദെൻ ഐ വിൽ ഡു എന്നല്ല പറഞ്ഞത്. കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞപ്പോൾ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. എൻ്റെ മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതായിരുന്നു, അബ്രഹാമിന് ഇപ്പം ഞാൻ ഇന്ന് ഇംഗ്ലണ്ടിലൊക്കെ ജീവിക്കുന്ന വീട് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള വീടായിരുന്നു. 1 second, സോറി. ഇത് 100 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ലീവ് ചെയ്യാൻ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ആയിപ്പോയി. അതിന് ലിമിറ്റ് 100. Okay. So where are we coming to? We're coming to the fact, അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്നുള്ളത്. അബ്രഹാമിൻ്റെ നീതീകരണം എന്ന വിഷയം വരുമ്പോഴാണ് വിശ്വാസത്താലുള്ള നീതീകരണത്തെ പറ്റിയുള്ള ശരിക്കും ഒരു പിക്ചർ നമ്മൾ കിട്ടുന്നത്. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇന്ന് ഇംഗ്ലണ്ടിൽ ഞാൻ ജീവിക്കുന്ന വീടിൻ്റെ അതേ സൗകര്യമുള്ള ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഒരുപോലെ ടാപ്പിൽ കൂടെ വരുന്ന അത്രയും സൗകര്യമുള്ള വീട്ടിൽ താമസിച്ച ആളാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ വീട് വരെ കണ്ടെത്തിയിട്ടുണ്ട്. അബ്രഹാം വീട് കണ്ടെത്തിയ ആളിൻ്റെ പേരും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായ ഡേവിഡ് റോഡ്സ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹമാണ് പോയി തുറന്ന് കണ്ട് അബ്രഹാമിൻ്റെ വീട് വരെ കണ്ടുപിടിച്ചത്. അപ്പം അത്ര സേഫ്റ്റി ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവശബ്ദം കേട്ടപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നതിനെ പറ്റി ഡെലിച്ച് എന്ന വലിയ ജൂവിഷ് സ്കോളർ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, ഫെയ്ത്ത് takes hold on the word of promises and on the strength of it is ready to leave the present and the visible for the sake of the future and the invisible എന്ന. ഞാനിങ്ങനെ പറഞ്ഞ പെട്ടെന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്ന അത്രയും ലഘുവായൊരു ഇംഗ്ലീഷ് ആണല്ലത്. അതുകൊണ്ട് ഞാൻ തന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫെയ്ത്ത് ടേക്സ് ഹോൾഡ് ഓൺ ദ വേർഡ് ഓഫ് പ്രോമിസസ്. അബ്രഹാമിൻ്റെ കാലം വരുമ്പോഴാണ് വിശ്വാസം എന്ന കാര്യം കറക്റ്റും ആക്ടിവേറ്റഡ് ആകുന്നത്. എന്തോ വിശ്വാസം? വാഗ്ദത്ത വചനത്തെ മുറുക്കി ഒരൊറ്റ പിടുത്തം അങ്ങ് പിടിക്കുക. മനസ്സിലായി? വാഗ്ദത്ത വചനത്തേക്ക് ഒരൊറ്റ പിടുത്തം അങ്ങ് പിടിക്കുക. ആ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറ്റി? അപ്പോഴാ മനസ്സിലായി ദൈവിക വാഗ്ദത്തങ്ങളുടെ കരുത്തെന്താണ്, അതിൻ്റെ ബലം എന്താന്ന് മനസ്സിലായത്. ദൈവിക വാഗ്ദത്തങ്ങളുടെ ബലം എന്താന്ന് മനസ്സിലായപ്പം അബ്രഹാം എന്ത് ചെയ്യുന്നു? He was ready to leave the present and the visible. ഇപ്പോൾ ഉള്ളത് ഏതാ? തൻ്റെ 2 നില വീട്, എല്ലാ ഫെസിലിറ്റിയും ഉള്ള സെക്യൂറായ താമസ സൗകര്യം, അവിടുത്തെ വലിയ ഫെസിലിറ്റീസ്. ഇപ്പോഴുള്ളത് ദൃശ്യമായതും വിട്ടുകളയുന്നു. ഫെയ്ത്ത് ടേക്സ് ഹോൾഡ് ഓൺ ദ വേർഡ് ഓഫ് പ്രോമിസസ്. വാഗ്ദത്ത വചനങ്ങളെ മുറുകെ പിടിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ദ പ്രസന്റ് ആൻഡ് ദ വിസിബിൾ ഹി വാസ് റെഡി ടു ലീവ്. ഇപ്പോഴുള്ളതും ദൃശ്യമായതിനെ വിട്ടുകളയുന്നു. എന്തിനു വേണ്ടി? ഫോർ ദ സേക്ക് ഓഫ് ദ ഫ്യൂച്ചർ ആൻഡ് ദി ഇൻവിസിബിൾ. അദൃശ്യമായി ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇൻവിസിബിൾ, ഫ്യൂച്ചർ ഭാവിയിലുള്ളതുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ളതും ദൃശ്യമായതും വിട്ടുകളയുന്നതാണ് വിശ്വാസം. ദാറ്റ്സ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ ഓഫ് ഫെയ്ത്ത് അബ്രഹാമിൻ്റെ കാലം വന്നപ്പം. ഇനി ഇങ്ങോട്ട് നമ്മൾ വരുമ്പം അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞ് മോശയോടുകൂടി ന്യായപ്രമാണം വരിക.
പിന്നെ നീതീകരിക്കപ്പെടേണ്ടത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടേണ്ടത്. Thereafter people should be justified by the work of the law. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാണ് നീതീകരിക്കപ്പെടേണ്ടത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യനെ പൂർണ്ണമായി നീതീകരിക്കുന്നില്ല, അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തമുള്ളതല്ലെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ, ദൈവത്തിന് നേരത്തെ അറിയാം, അവർക്ക് മനസ്സിലായപ്പോൾ ന്യായപ്രമാണത്തെ നീക്കിക്കൊണ്ട് കൃപയുടെ പ്രമാണം വന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ കൃപയുടെ പ്രമാണത്തിൻ്റെ ഒരു വലിയ അപകടം ഞാൻ നിങ്ങളോട് പറയാം. അപകടം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ പ്രയോഗമായിട്ട്, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല, ഐ എം സോറി. എന്നാൽ കേട്ടോ, ഈ കൃപയുടെ പ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ PhD ലെവലാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ PhD ലെവലാണ്. അവിടെ അത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ അവിടെ നീതീകരണം കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ രക്ഷ എന്ന ചലഞ്ച് നിങ്ങൾക്ക്, ഞാൻ ഇത്രയും സ്ലോ ആയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കിട്ടും, അപ്പോൾ വീണ്ടും എഴുതിയെടുക്കാം. വളരെ കൺസ്ട്രക്റ്റീവായ സംശയങ്ങൾ, ചുമ്മാ അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേരെന്തുമായിരുന്നു, എത്രാമത്തെ ചോദിച്ചില്ല, കുഞ്ഞുണ്ടോ, ഇതൊന്നും ചോദിക്കരുത്. കൺസ്ട്രക്റ്റീവായ ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്ത് നിങ്ങൾ തിരിച്ചയക്കണം. കാരണം ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന പ്രധാന കാര്യമായതുകൊണ്ടാണ്. ഇപ്പോഴത്തെ കാലം നമ്മൾ ജീവിക്കുമ്പോൾ രക്ഷയെന്ന് പറയുന്നത് വളരെ അനായാസമാണ് എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പീരുകൾ വളരെ പോപ്പുലറായിരിക്കുമ്പോൾ അങ്ങനെ അല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, രക്ഷ സൗജന്യമാണ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കോസ്റ്റ്, അതിന് വിലയില്ലെന്നാണ്. രക്ഷ നിനക്ക് സൗജന്യമായി കിട്ടിയെന്നാണ്, അല്ല അതിന് കോസ്റ്റ് ഇല്ലെന്നല്ല, അതിന് വിലയില്ലെന്നല്ല. നാം അനുഭവിക്കുന്ന രക്ഷയുടെ വില സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരാൾ ഏൽപ്പിച്ച് തന്നതാ. വില കൊടുത്തു, നമുക്കൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഗൗരവമില്ലാത്തത്. മൂന്ന് സ്റ്റേജസിൽ കൂടാണ് ഇന്ന് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. 3 സ്റ്റേജസിൽ കൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് നമ്മുടെ എക്സ്പീരിയൻഷ്യൽ ലെവലാണ്. എക്സ്പീരിയൻഷ്യൽ ലെവൽ എന്ന് പറഞ്ഞാൽ നാം വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ ഒന്നാമത്തെ അനുഭവം, അതാണ് എക്സ്പീരിയൻഷ്യൽ ലെവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ എത്തിക്കൽ ലെവലാണ്. എത്തിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ ഒരിക്കൽ ലഭിച്ച രക്ഷ നമുക്ക് നഷ്ടമാകാതിരിക്കാൻ നമ്മൾക്ക് എന്നും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് വാട്ട് ഈസ് ദാറ്റ് വി ഷുഡ് ഡു, അതാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ മുഴുവനും പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ് വി ഷുഡ്, അതിന് നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയും. നമ്മൾ പഠിക്കാത്തതും പഠിപ്പിക്കാത്തതും നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന കാര്യം. ഇനി നമുക്ക് പ്രസംഗിക്കാൻ അതിനകത്തൊരു വാക്യം എടുക്കുകയല്ലാതെ നമ്മളിങ്ങനെ നോക്കും, കൊരിന്ത്യ ലേഖനവും FS ലേഖനവും കൊലോസ്യനൊക്കെ നോക്കി ഒരു അടിപൊളി വാക്യം ഇങ്ങെടുക്കും, എന്നിട്ട് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പ്രസംഗിക്കും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്തിക്കൽ ലെവലാണ്. വാട്ട് ആർ ഓൾ ദ തിങ്സ് ദാറ്റ് യു ഷുഡ് മെയിൻറ്റെയിൻ ഇൻ ദി എത്തിക്കൽ ലെവൽ. എത്തിക്കൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഫെയ്ത്ത് എലോൺ ഡസ് നോട്ട് ഹെൽപ്പ് അസ്. ഒരിക്കൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോഴും വിശ്വാസം, യേശു ക്രിസ്തു രക്ഷാവാന്നുള്ള വിശ്വാസം, ഒരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ എത്തിക്കൽ ലെവൽ മുഴുവനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എത്തിക്കൽ ലെവൽ യു ആർ എ ഫെയിലിയർ. എത്തിക്കൽ ലെവൽ ഫെയിലിയർ ആയാൽ തേർഡ് സ്റ്റേജായ ഫ്യൂച്ചർ ഓഫ് സാൽവേഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ എത്തത്തില്ല. അപ്പം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ദ ബെസ്റ്റ് ആൻഡ് ദ ഹാർഡസ്റ്റ് ആക്ക്. എന്താണെന്ന് വെച്ചാൽ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവപുത്രനോട് സദൃശന്മാരാകുകയാണ്, പുത്രനോട് തുല്യരാകുകയാണ്. ഇനി നമ്മൾ സ്വർഗീയ 7-ാം അധ്യായത്തിൽ പുത്രനോട് ഒരിക്കലും തുല്യനാകാൻ കഴിയാത്ത
ഒരിക്കൽ പോലും യേശു ക്രിസ്തുവിന് ഈക്വലാകാൻ കഴിയാത്ത, ഒരിക്കൽ പോലും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ കഴിയാത്ത, ഒരിക്കൽ പോലും ക്രിസ്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് എത്താൻ കഴിയാത്ത, ഒരിക്കൽ പോലും ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള വലിയ പദ്ധതികളിൽ ഇനി ഒരിക്കലും എത്താൻ കഴിയാത്ത ഒരു വലിയ കൂട്ടം ആളുകളെ, എണ്ണമില്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് സ്വർഗത്തിൽ കാണാം. നരകത്തിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, ഭൂമിയിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, സ്വർഗത്തിന് പുറത്തുനിന്നല്ല പറഞ്ഞത്. ഇൻ ഹെവൻ വി വിൽ സീ an unnumbered group of people who will never, 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 ever reach the great plan that God has about them. അപ്പം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഒരു ചോയ്സേ ഉള്ളൂ. ആ ഒരു ചോയ്സ് കുഞ്ഞാടിൻ്റെ മണവാട്ടിയാകുക എന്നുള്ളതാണ്. ഇനി നമ്മൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത കാര്യമാണ്. ഈ നെക്സ്റ്റ് സ്റ്റേജ് സാധാരണ ഞങ്ങൾ പ്രസംഗിക്കാറില്ല, ഞാനാണ് ഒട്ടും പ്രസംഗിക്കാറില്ല. കാരണം ഇത് ഒരുപാട് അപകടം ഉണ്ടാക്കുന്ന ഒരു അറിവായതുകൊണ്ടാണ് പ്രസംഗിക്കാത്തത്. കാരണം നമ്മൾ സ്വർഗത്തിൽ പോയതിന് ശേഷം ആർക്കെങ്കിലും രക്ഷയുണ്ടാകുമോ? പിന്നെ ബാക്കി ഭൂമിയിലുള്ള ആർക്കെങ്കിലും രക്ഷയുണ്ടാകുമോ? ഒരു ചോദ്യമാണ്. ഇനി ആരും രക്ഷിക്കപ്പെടത്തില്ല, മുഴുവനെണ്ണം അധമപാതാളത്തിൽ പോയി മുടിഞ്ഞ് ചത്ത് തീരത്തേ ഉള്ളൂ. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലയോ? എടാ, ഇവനൊക്കെ നമ്മളെ ഇൻസൾട്ട് ചെയ്തവനും നമ്മളെ കളിയാക്കുക, നമ്മൾ ബന്ധുക്കോസിൽ ഇറങ്ങിയവനും നമ്മളെ പുച്ഛിച്ചവരല്ലേ, അവനെല്ലാം നരകത്തിൽ പോട്ടെ, ഒറ്റയടി മുഴുവൻ പോയി നരകത്തിൽ പോട്ടെ, നമ്മളിങ്ങനെ കർത്താവിനോടുകൂടി യുഗങ്ങളോളം വാഴും. നല്ല ഐഡിയയാണ്, നല്ല ഐഡിയയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാം. ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ കാലഘട്ടം, നമ്മുടെ ഈ ലൈഫ് ടൈമിൽ യേശുക്രിസ്തു രക്ഷിതാവാണ് എന്ന കാര്യം അറിഞ്ഞിട്ടും വെളിച്ചത്തെ അറിഞ്ഞിട്ടും വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതുകൊണ്ട്, ഓക്കെ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ന്യായവിധി നിശ്ചയമായും വരും. അവർക്ക് സ്വർഗത്തിൽ പോകാൻ ഇനി ഒരു ചാൻസുമില്ല. ഒന്നുകൂടെ ഞാൻ പറയാൻ പോവാണ്. വെളിച്ചം ഭൂമിയിൽ വന്നു, ന്യായവിധി എന്നതോ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചു, ആ പുത്രനെ അംഗീകരിച്ചില്ല, സ്വീകരിച്ചില്ല എന്നത് കാരണം കൊണ്ട് ന്യായവിധി വന്നിരിക്കുന്നു. അപ്പോൾ സ്വീകരിക്കുന്നവർ മനസ്സിലാകേണ്ടത് അറിഞ്ഞിട്ട് സ്വീകരിക്കാതിരുന്നു എന്നാണ്. അറിഞ്ഞിട്ട് സ്വീകരിക്കാതിരുന്നു. അപ്പം ഇന്ന് കർത്താവ് വരുന്നു, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് കർത്താവ് വരുന്നു. നമ്മളെല്ലാം എടുക്കപ്പെടുന്നു, കാഹളത്തിങ്കിൽ എടുക്കപ്പെടുന്നു. ഇനി ഈ ഭൂമിയിൽ അവശേഷിക്കുന്നതിൽ 2 കൂട്ടം ആളുകളുണ്ട്. നമുക്കതിനെ ബ്രോഡായിട്ട് തിരിക്കാൻ പോവാം. യഹൂദൻ, നോൺ ജൂ എന്ന കൂട്ടാതെ 2 കാട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിക്കാൻ പോവാം. ഒരു കൂട്ടർ ഈ ഭൂമിയിൽ അവരുടെ ജീവിതകാലത്ത് യേശുക്രിസ്തു എന്ന ഏക ലോക രക്ഷിതാവിനെ പറ്റി കേൾക്കാൻ കഴിഞ്ഞു. പക്ഷെങ്കിൽ തന്നെ അംഗീകരിക്കാതിരിക്കുവാൻ, തൻ്റെ സഭയോട് ചേരാതിരിക്കുവാൻ, കേട്ടല്ലോ, തൻ്റെ സഭയോട് ചേരാതിരിക്കുവാൻ, ദൈവസഭയുടെ ഭാഗമായി ചേർന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാതിരിക്കുവാൻ ഇഷ്ടംപോലെ റീസൺസ് കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം അറിഞ്ഞു, പക്ഷെങ്കിൽ എന്താണെന്നറിയാമോ? ചേരാതിരിക്കുവാൻ, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതിരിക്കുവാൻ. ചിലർക്ക് യേശുക്രിസ്തുവിനെ ഇഷ്ടമാണ്, പക്ഷേ ഇഷ്ടമില്ലാത്ത ആരെന്നറിയാമോ? അവിടെയുള്ള പള്ളിക്കാരെ. ഞങ്ങളൊരു പള്ളിക്കാരുണ്ട്, അതുങ്ങൾ ശരിയല്ലെന്ന് പറയുന്നത്. ചിലർ സാറേ ഞങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചു, പക്ഷേ ഏത് പള്ളിയിൽ പോവും? ഒരെണ്ണവും ശരിയല്ല. ഞാൻ അവരോട് ചോദിക്കാറ് കാര്യം ചോദിക്കട്ടെ, 100% ശരിയായ ഒരു ചേർച്ച് ഈ ഭൂമിയിൽ ഉണ്ടെന്നിരിക്കട്ടെ. ഇങ്ങനെ എവിടെയെങ്കിലും വിൽസൺ കടൂർ പാസ്റ്റർക്ക് അറിയാമോ? ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പോകാതിരിക്കാന്നല്ല, നമ്മൾ നശിപ്പിക്കും അതോടെ. ഈ ഭൂമിയിൽ അങ്ങനൊരു ചേർച്ച ഇല്ല. പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനിയും അഥവാ ഉണ്ടെങ്കിൽ
നമുക്കവിടെ എൻട്രി കിട്ടുന്ന കാര്യം നമ്മൾ 100% ശരിയല്ല. കേട്ടല്ലോ, നമ്മൾ 100% ശരിയല്ല. അങ്ങനെ ചർച്ച ഉണ്ടെങ്കിൽ പോലും നമുക്കവിടെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ പാടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വേണമെങ്കിൽ 2-3 അന്യഭാഷയും പറഞ്ഞ് തുള്ളി ഇവിടെ ഇരുന്നോളാം. ഐ ഡോണ്ട് ഗെറ്റ് ഇൻറ്റഗ്രേറ്റഡ് ടു ദ ചേർച്ച് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയാണ് നീ അവഗണിക്കുന്നത്. യു വാണ്ട് ഗോഡ് ജീസസ്, ബട്ട് യു ഡോണ്ട് വാണ്ട് ഹിസ് ചേർച്ച്. യു വാണ്ട് ജീസസ്, ബട്ട് യു ഡോണ്ട് വാണ്ട് ഹിസ് ചേർച്ച്. വളരെ ഗൗരവമായൊരു പ്രോബ്ലമാണത്. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്നു. ദൈവസഭ എടുക്കപ്പെടുമ്പോൾ ഭൂമിയിൽ 2 വിഭാഗം ആളുകൾ ബാക്കി വരും. അതാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദീർഘമായി മുഖവര പറഞ്ഞു പോകുന്നത്. ആരാ 2 വിഭാഗം ആൾക്കാർ? ഒരു വിഭാഗം ആൾക്കാർ ഇതൊന്നും അറിയത്തില്ല, അവർ സുവിശേഷം കേട്ടിട്ടില്ല, അവർക്കിതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല, ഒരു ബോധവുമില്ല. അവർ നല്ല മനുഷ്യനാണ്, അല്ലെ നല്ല ചീത്തയായിക്കോട്ടെ, അവർ ഈ ഭൂമിയിലുണ്ട്. രണ്ടാമത്തെ കൂട്ടർ സുവിശേഷം അറിഞ്ഞിട്ടും സ്വീകരിച്ചില്ല. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാൻ പോവാണ്. ഈ കാഹളം ധ്വനിച്ച് സഭ എടുക്കപ്പെട്ട ശേഷം രക്ഷാപദ്ധതി തീർന്നു പോകുന്നുണ്ടോ? ക്വസ്റ്റ്യൻ. നോ, രക്ഷയുടെ പ്രവൃത്തി തീർന്നു പോകുന്നില്ല. രക്ഷയുടെ പ്രവൃത്തി വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുക. എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു? 1, രക്ഷയുടെ സുവിശേഷം വീണ്ടും പ്രസംഗിക്കാൻ. ഞാൻ തെറ്റിച്ചു കേട്ടോ, രക്ഷയുടെ സുവിശേഷം ഞാൻ തെറ്റിപ്പോയി, ഐ ആം സോറി. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം ഒരു വലിയ വിഭാഗം സുവിശേഷകന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ നെറ്റിയിൽ മുദ്ര കുത്തും. എന്താ മുദ്ര കുത്തുന്നത്? തുടരുത്. ഒരു ദുഷ്ടശക്തിക്കും, ഒരു മാനുഷിക ശക്തിക്കും, ഒരു ഗവൺമെൻറ്റിനും, ഒരു പോലീസിനും, പട്ടാളത്തിനും അവരെ തൊടാൻ പറ്റത്തില്ല. അവരാണ് 1,44,000 ആളുകൾ എന്ത് ചെയ്യുന്നത്? 1,44,000 ആളുകൾ ഈ ഭൂമിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നവർ. അവർ സുവിശേഷ വേലക്കാരാണ്. ഇനി രണ്ടാമതൊരു കൂട്ടർ ശ്രദ്ധിച്ചോണം. അപ്പോൾ അവർ സുവിശേഷം പ്രസംഗിക്കുക. ഇനിയും ഇതുവരെയും സുവിശേഷം കേട്ടില്ലാത്തവർ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാമാരികൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് വേണ്ട ചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്ന ഓരോന്നും ചൂണ്ടിക്കാണിച്ചിട്ട് അവരോട് ഇത് ദൈവപുത്രനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യം സ്ഥാപിക്കാൻ വരുന്നു, ആ രാജ്യത്തിൽ യേശുവിനെ വിശ്വസിച്ച് കയറിക്കൊള്ളണം എന്ന് പറയുമ്പോൾ ആ പ്രസംഗം കേട്ട് അവർ യേശുവിനെ സ്വീകരിക്കുകയും അവർ യേശുക്രിസ്തുവിനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമായിട്ട് അവർ എതിർ ക്രിസ്തുവിനെയും അവൻ്റെ തിട്ടൂരങ്ങളെയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എതിർ ക്രിസ്തു അവരെ രക്തസാക്ഷികളാകത്തക്കവണ്ണം കൊന്നുകളയും. അങ്ങനെ രക്തസാക്ഷികളാകുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ അവർ നേരെ സ്വർഗത്തിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് കേൾക്കുമ്പം ആരെങ്കിലും ഞാൻ അന്നേരം രക്തസാക്ഷിയായിട്ട് പൊക്കോളാം, ഇപ്പോൾ എനിക്ക് സ്നാനപ്പെടാനും ഈ പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചൊന്നും പറ്റത്തില്ല. അന്നേരം ഒരു വെടി കിട്ടിയാൽ പോലെയോ? യേശുക്രിസ്തുവിൻ്റെ ആൾക്കാരൊന്നും ഒറ്റ വെടി, ഞാൻ തീർന്നു, തലയിലാണെങ്കിൽ പിന്നെ അറിയാൻ വേണ്ട, തീർന്നു, സ്വർഗത്തിൽ പോക്കണം. ഇപ്പോൾ ഈ കിടക്കുന്നതിനേക്കാൾ നല്ലതല്ലയോ? നോ, ലിസൺ ടു മീ, നോ. കാരണം ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവപുത്രനെ പറ്റി കേട്ടവരാണ്. പക്ഷെ ദൈവപുത്രനെ തള്ളിക്കളഞ്ഞു, ദൈവപുത്രനെ നിങ്ങൾ ചവിട്ടിക്കളഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് രണ്ടാമത് രക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടത്തില്ല. രണ്ടാമത് രക്ഷയ്ക്ക് ചാൻസ് കിട്ടുന്ന ആർക്കാണ്? അത് കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ. അവരെന്ത് ചെയ്യുന്നു? അവർ 3 കാര്യം ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം,
അവർ തങ്ങൾ കേട്ട ഈ സുവിശേഷം, ഏത് സുവിശേഷം? രാജ്യത്തിൻ്റെ സുവിശേഷം. അവരത് കേട്ടു. 2, അവർ അംഗീകരിച്ചു. അതിനോട് പോസിറ്റീവായിട്ട് പെരുമാറുന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്രഷനായിട്ട് അവർ എതിർക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കുകയും അവർ രക്തസാക്ഷികളാകുകയും ചെയ്തു. അവരെ നീതിമാന്മാർ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. വെളിപ്പാട് പുസ്തകം സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞ് ഭൂമിയിൽ നീതിമാൻ 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 എന്ന് പറയുന്ന ആളുകൾ അവരാരും ദൈവസഭയിലെ അംഗങ്ങളല്ല, അവരാരും സ്നാനപ്പെട്ടവരല്ല, അവരാരും ആത്മാഭിഷേകം പ്രാപിച്ചവരല്ല, അവരാരും സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പിന്നെ പോയിട്ടില്ല. കാര്യം പിന്നെ ആരാധനയില്ല. ഇനിയും അവരാരും വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷ എടുത്തിട്ടില്ല, അവരാരും സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല, അവരാരും എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയിട്ടില്ല, അവരാരും സുവിശേഷം അവരോടും പങ്കുവച്ചിട്ടുമില്ല. ഇതിനൊന്നും അവർക്ക് ടൈമില്ല. അവർ നീതിമാന്മാർ എന്ന് എണ്ണപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യം നല്ലപോലെ മനസ്സിലാക്കുക. നീതിമാൻ നീതിമാൻ എന്ന് പറയുമ്പം ഒരു കാലത്ത് നീതീകരിക്കപ്പെട്ട ആ യാഡ്സ്റ്റിക്ക് കൊണ്ടല്ല വേറൊരു കാലത്ത് നീതീകരിക്കപ്പെടുന്നതാണ്. ഇന്ന് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്നാമത്തെ കാര്യം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലെ വിശ്വാസം. രണ്ടാമത്തെ, അത് എക്സ്പീരിയൻഷ്യൽ ലെവൽ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞ എൻ്റെ എത്തിക്കൽ ലെവലിൽ നമ്മളോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അനുസരണം കൊണ്ട് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് വിത്ത് ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു തെറ്റായ പഠിപ്പീരെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ മുഴുവൻ കൽപ്പനകളായിരുന്നു. പുതിയ നിയമത്തിലോ ഒന്നും ചെയ്യണ്ട, യേശുക്രിസ്തു രക്ഷവായി സ്വീകരിക്കുക, ഇങ്ങനെ കസേര ചാരി കിടന്നുകൊള്ളുക, ഇനി നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് എ റോങ് തിങ്. അപ്പം എൻ്റെ ഇന്നത്തെ ടോപ്പിക്സിൻ്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് നീതിമാന്മാരെന്ന ആളുകൾ ഈ ഭൂമിയിൽ സഭ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. അവരാരാണ്, അവരെങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത് എന്നുള്ള വിഷയമാണ് ഞാനിപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നീതിമാൻ എന്ന് പറയുമ്പോൾ ദൈവസഭയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് പോകരുത്. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മുടെ ധാരാളം സംശയങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ഉളവാക്കുന്ന ചോദ്യങ്ങളിലേക്ക്, പിന്നെ ടോപ്പിക്സിലേക്ക് നമ്മൾ വരാം. അതിനാധാരമായിട്ട് നമുക്ക് ആദ്യം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം മുഴുവനൊന്ന് വായിക്കണം. 1-2 പ്രാവശ്യം വായിച്ചുകൊണ്ട് ക്ലിയർ ആകത്തില്ല. ആശ, ആർ യു റെഡി? Yes, Pastor. Sumit, yes, you have unmuted Asha. Yes. And Sumit will spot Asha on the screen. Yes, And sir. Asha is going to read the entire chapter 7 of the book of Revelation. Please. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേര്. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, അശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസഖാർ ഗോത്രത്തിൽ 12,000, സെബുലൂൻ ഗോത്രത്തിൽ 12,000, യോസേഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേര്. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു.
ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഫാന്റാസ്റ്റിക്. ഇപ്പൊ ഈ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലായെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെയല്ലേ കെ ടി ജോസഫ് പാസ്റ്ററായി? യെസ്, വായിച്ച് കേട്ടപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. ഇനി ഇതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയില്ല, നമ്മളങ്ങനെ ചെയ്യത്തില്ലല്ലോ. ഇനി അതൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാനൊരു ഓവറോൾ വിശദീകരണം തന്നിട്ട്, കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ ഇന്നത്തെ നമ്മുടെ ടൈമിൽ ഞാൻ ഇൻട്രഡക്ഷൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്നാലും ഒരു ഓവറോൾ പിക്ചർ ഞാൻ തരാൻ പോവാം. ഓവറോൾ പിക്ചർ ഇതാണ്. 144,000 ആളുകളെ മുദ്രയിട്ട് മാറ്റുന്നു. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമ്മുടെ TPM പാസ്റ്റർമാർ അല്ലേ. 144,000 പാസ്റ്റർമാർ TPM അറിയുമ്പോൾ കർത്താവ് വരും. ചുമ്മാ ഒരു വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നതിന് മനുഷ്യൻ പിറന്ന് ഏത് നിസ്സാരവാക്കിനും ദൈവസ്ഥനിൽ കണക്ക് കൊടുപ്പിക്കേണ്ടി വരും. അതിപ്പോൾ നിസ്സാരമല്ല, ഞങ്ങൾ കാര്യമായിട്ടങ്ങ് പറഞ്ഞു, അവർ കണക്ക് കൊടുപ്പിക്കണ്ടല്ലോ. നിസ്സാരമാണെങ്കിൽ കണക്ക് കൊടുത്താൽ മതിയല്ലോ അല്ലേ. നമ്മൾ കാര്യമായിട്ട് ശക്തിയായിട്ടങ്ങ് പറയാം, അപ്പോൾ പിന്നെ കണക്ക് കൊടുക്കണ്ടല്ലോ. എന്ത് ന്യായീകരണം ദൈവത്തോട് പറയുന്നത് എനിക്കറിയത്തില്ല. ഭക്തനായിരുന്ന നമ്മുടെ ആശാരി ഉപദേശത്തിൽ ഒരു പഴയ പാട്ടുണ്ട്. ഈ കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ച് ചോദിക്കുന്നേരം നിനക്കൊരു ഉത്തരവുണ്ടോ അവനോട് പറയാനെന്ന്. ഞാൻ പാടുന്നില്ല കേട്ടോ, ഞാൻ പാടിയത് നിങ്ങൾ ഓടും, ഇപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് ഓടും, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഓക്കെ, ഒന്ന്, ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്നും ആ ഓരോ 12 ഗോത്രത്തിൽ ഓരോന്നിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അതിനകത്ത് പഴയ ഗോത്രങ്ങളിൽ ചിലർ ഒഴിവായതും അതിലുള്ള തന്നെ ചിലരെ പുതുതാക്കി എടുത്ത് പറഞ്ഞ് ഈ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 144,000 മുദ്ര കുത്താൻ പോവാം. മുദ്ര കുത്താതെ മഹോപദ്രവം തുടങ്ങരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 7-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇറ്റ് ഗോസ് ബാക്ക് ടു ദി ഏൻഷ്യന്റ് മോസ്റ്റ് പാസ്റ്റ്, comes to the present, then goes forward to the future. ഒത്തിരി പാസ്റ്റിലേക്ക് പോയിട്ട് പെട്ടെന്ന് പ്രസൻറ്റിലേക്ക് വന്നിട്ട് ഇനി എൻഡ് ഫ്യൂച്ചറിലോട്ട് പോകും. ഇതാണ് ഈ 7-ാം അധ്യായത്തിൻ്റെ ആലാപന രീതി. മിക്കവാറും എല്ലാ അധ്യായം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അധ്യായം അവസാനിക്കുന്ന ഉടനെ സ്വർഗത്തിൽ, അധ്യായം അവസാനിക്കുന്ന നടുക്ക് സ്വർഗത്തിൽ എണ്ണമില്ലാത്ത ഒരു സമൂഹം, സകല ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഒരു രക്ഷയുമില്ല, എത്ര ഉണ്ടെന്ന് ഒരു പിടിയുമില്ല. ഇവർ ദൈവസഭയാണോ? ഇവർ ദൈവസഭയല്ല. എന്താണ് ഇവർ ദൈവസഭ അല്ലെന്നുള്ളതിൻ്റെ എവിഡൻസ്? ദൈവസഭ അല്ലെന്നുള്ള എവിഡൻസ് കാരണം യോഹന്നാനോട് ചോദിക്കുന്നു, ഇവരാരാ? ഇവരെവിടുന്ന് കയറി വന്നവരാ? മനസ്സിലായോ? ഇവരാരാ? ഇവരെവിടുന്നവര് കയറി വന്നവരാ? നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരാളും ചോദിക്കുന്നില്ല, നീ ആരാടാ, എവിടുന്ന് കയറി വരുവാന്ന്. എന്താ ചോദിക്കാത്തതിൻ്റെ കാരണം? കാഹളത്തിൽ മധ്യാകാശം നമ്മളെ വിളിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മളെ ഒരുക്കി സഭയെ
മണവാളന്റെ കയ്യിൽ ഏൽപ്പിക്കുക പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവും മണവാളനും കൂടെ പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്ന ദൈവസഭയെപ്പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദേവാധിദേവൻ വീണ്ടെടുത്ത തേജസ്സേറുന്ന കാന്തയെന്ന്. ആ തേജസ്സേറുന്ന കാന്ത അവിടെ ചെല്ലുമ്പം ഇതേത്, ഇതെവിടുന്ന് വരിക, ഇവിടുന്ന് കയറി വരികടാ ഇത് എന്നാരെങ്കിലും ചോദിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. നടക്കത്തില്ല. അപ്പം നമ്മളല്ല. കാര്യം നമ്മൾ ഓൾറെഡി സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞു. എപ്പോഴേ നമ്മൾ ചെന്ന് കഴിഞ്ഞു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കയറി വന്നവർ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കയറി വന്നു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ ഭൂമിയിൽ നടക്കുന്ന മഹോപദ്രവകാലത്ത് രക്തസാക്ഷികളായി കയറി വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുക്കിപ്പിച്ചവർ. കുഞ്ഞാടിനെ വിളിച്ചപേക്ഷിച്ച് രക്തസാക്ഷികളായി തീർന്നവർ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കയറി വന്നവർ. ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. സോ യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ നമ്മളാരാണ്? മുദ്രയേറ്റ 144,000 ആരാണ് ഈ സ്വർഗത്തിൽ? ഇവരവിടെ ഇരിക്കുന്ന വേറൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന സ്വർഗം ചെല്ലുമ്പം അവർ ദൈവത്തിൻ്റെ ആലയത്തിലാണ് കേട്ടോ. അവിടെ കൃപാസനമുണ്ട്. ആ കൃപാസനത്തിൻ്റെ അടുത്ത് അവരവിടെ ഇരിക്കുക. അവർക്ക് കരച്ചിലുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. ദുഃഖവും പ്രയാസം കണ്ണുനീരും എല്ലാം അവർക്കവിടെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു ദുഃഖവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു കണ്ണുനീരുമില്ല. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയുമെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആകുന്ന ഒരു സെൻറ്റൻസാണത്. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയും. അത് വളരെ ഭാഗ്യകരമായൊരു അനുഭവമാണ്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കറിയാം. നിങ്ങളുടെ നോട്ടം കണ്ടാൽ തന്നെ നിങ്ങൾ കുറേ നേരമായിട്ട് എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുക. ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മളിതൊരു കേട്ടില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറയാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ കണ്ണുനീര് മുഴുവൻ തുടച്ചിട്ട് ഹല്ലേലൂയ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കരയുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ നമ്മുടെ കർത്താവിനെ കാണുമ്പോൾ കരയാതിരിക്കാൻ കഴിയത്തില്ല. ആ മുറിവുകൾ കണ്ടാൽ നമ്മൾ കരയും. നമുക്ക് കരയാതിരിക്കാൻ കഴിയത്തില്ല. നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ ബലിയാക്കി കളഞ്ഞ പിതാവിൻ്റെ സന്നിധിയിൽ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നമ്മൾ തകർന്ന് വീഴും. ഇനി കരയുന്ന 3ാമത്തെ കാര്യം ഞാൻ പറയാൻ പോവാം. കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട്, കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ചതുകൊണ്ട്, കർത്താവിൻ്റെ ദാസന്മാരെ സ്നേഹിച്ചതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് കൊടുത്ത ആ പച്ചവെള്ളം ഉണ്ടല്ലോ, ഒരു പാനപാത്രം, തണ്ണീർ, അതിന് പോലും തരുന്ന പ്രതിഫലം കണ്ടു കഴിയുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അതാ നമ്മൾ കരയാനുള്ള കാരണം. അതാരും കണ്ണുനീർ തുടയ്ക്കേണ്ട ആവശ്യമില്ല. കണ്ണുനീർ തുടയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് കിട്ടുന്ന പ്രതിഫലം അത് പോസിറ്റീവ് ടീയേഴ്സാണ്. പോസിറ്റീവ് ടീയേഴ്സാണത്. മറ്റേ അങ്ങനല്ല, മറ്റേ നെഗറ്റീവ് ടീയേഴ്സാണ്. അപ്പം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ ഒരു എൻട്രി പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ, ഒന്ന്, മഹോപദ്രവം തുടങ്ങാൻ പോവാണ്. മഹോപദ്രവം തുടങ്ങുന്നതിന് വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പെർസിക്യൂഷൻ, ഭൂമിയെ പെർസിക്യൂട്ട് ചെയ്യുന്നുള്ള ഇൻസ്ട്രുമെന്റ്സ് ഭൂമിയുടെ 4 ഭാഗങ്ങളും ദൈവം റെഡിയാക്കിയപ്പോൾ തന്നെ വെച്ചിരിക്കുക. ആ 4 കാറ്റുകളാണ്. ആ 4 കാറ്റുകളെ കെട്ടഴിച്ച് വിടുമ്പോൾ അതിന് എന്തും കയറി ചെയ്യാനുള്ള അധികാരമില്ല. കയറി അങ്ങ് മേയാനൊന്നും പറ്റത്തില്ല.
അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം തുടങ്ങുമ്പോൾ. സോ നൗ വി ആർ റാദർ കമ്മിങ് ടു ദ ടോപ്പിക്സ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് ഓടിച്ചൊന്ന് വരാം. ഓക്കെ, റെവലേഷൻ ചാപ്റ്റർ 7. 1. ഈ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം എന്ന് പറയുന്നത് അതൊരു പാരന്തസിസ് ആണ്. പാരന്തസിസ് ഓഫ് ക്രോണോളജി എന്ന് പറഞ്ഞാൽ മുമ്പിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം പറയുക. നമ്മൾ വിചാരിക്കും അത് ഇപ്പം നടക്കുന്നതാണെന്ന്. അതിപ്പം നടക്കുന്നതല്ല, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം നടക്കുന്നതായിട്ട് എൻ്റെ ക്രൊണോളജിയിൽ പറയാൻ കഴിയത്തുള്ളൂ. എന്താണ് കാണിക്കുന്നത്? ഷോയിങ് ഗോഡ്സ് പ്രോഗ്രാം ഓഫ് ഗ്രേസ് ആൻഡ് സാൽവേഷൻ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ജഡ്ജ്മെൻറ്റ്. ഈ ന്യായവിധി ഭൂമിയിൽ നടക്കുമ്പോൾ, ഭൂമിയുടെ ന്യായവിധി നടക്കുമ്പോൾ, ശിക്ഷാവിധി നടക്കുമ്പോൾ, അതിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, കൃപായുഗം തീർന്നുപോയി, പക്ഷെ കൃപ തീർന്നുപോയില്ല. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ദ പീരിയഡ് ഓഫ് സാൽവേഷൻ തീർന്നുപോയി, ബട്ട് വർക്ക് ഓഫ് സാൽവേഷൻ ഡസ് നോട്ട് ഫിനിഷ്. ശ്രദ്ധിച്ചോണം, കൃപായുഗം തീർന്നുപോയി കർത്താവിൻ്റെ മടങ്ങിവരോടുകൂടി, പക്ഷെ കൃപ പിന്നെയും തീർന്നിട്ടില്ല. രക്ഷയുടെ ഏജ് മാറിപ്പോയി, പക്ഷേ ദ പ്രോജക്റ്റ് ഓഫ് സാൽവേഷൻ ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ദ വിൻസ് ഡെപിക്ട് ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ദി എർത്ത്. 4 ഭാഗത്തു നിന്നും അഴിച്ചുവിടേണ്ട കാറ്റുകൾ എന്തിനെയാണ് കാണിക്കുന്നത്? ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ന്യായവിധിയാണ് കാണിക്കുന്നത്. ആൻഡ് ദ 4 angels ആർ റിസ്ട്രെയിനിങ് ഏജൻസ് who hold back the judgment until God's special servants can be sealed. പക്ഷെങ്കിൽ 4 ദൂതന്മാർ വരുന്നു. 4 ദൂതന്മാർ വന്ന് ഈ 4 കാറ്റുകളെയും തടഞ്ഞു, വെയിറ്റ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തുന്നു. എന്തിനു വേണ്ടി തടഞ്ഞു നിർത്തുന്നു? ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് എന്ത് ചെയ്യണം? ചില സെർവൻസിനെ മുദ്ര കുത്തി മാറ്റണം. സുവിശേഷകരെ മുദ്ര കുത്തി മാറ്റുന്നത് വരെ എന്ത് നടക്കാൻ പാടില്ല? ശിക്ഷണ നടപടികൾ നടക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലല്ലേ നിൽക്കുന്നത്? ശിക്ഷണ നടപടികൾ നടന്നു എന്ന് നമ്മൾ പറഞ്ഞ 6-ാം അധ്യായത്തിലെ ഓരോ കുതിര വരുമ്പോഴും. പക്ഷെ അങ്ങനെയാണെങ്കിൽ 6-ാം അധ്യായത്തിൻ്റെ കാര്യം നടക്കുന്നതിന് മുൻപ് 7-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ കാര്യം സംഭവിക്കണം. ഏത് പറഞ്ഞ കാര്യം? വെയിറ്റ്, ഇപ്പം ശിക്ഷ വേണ്ട, പിന്നെന്താ മതി? കുറച്ച് പേരെ മുദ്ര കുത്തി മാറ്റട്ടെ, അത് കഴിഞ്ഞ് ശിക്ഷ തുടങ്ങിയാൽ മതിയെന്ന്. The 2 distinct groups will survive the divine fury. ഈ ഡിവൈൻ ഫ്യൂരിയെ, ദൈവക്രോധത്തെ അതിജീവിക്കുന്ന വ്യക്തമായ 2 കൂട്ടം ആളുകളുണ്ട്. ഒന്ന് 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റ്. അത് വാക്യത്തിന് 1 മുതൽ 8 വരെ നമ്മൾ വായിക്കുമ്പോൾ, 7-ാം അധ്യായം 1 മുതൽ 8 വരെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് 12 ഗോത്രങ്ങൾ ഏതൊക്കെ ഗോത്രങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് അത് കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത് 9-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ കുറേ മുന്നോട്ട് വരുന്നുണ്ട്. അവിടെ നമ്മൾ വന്നില്ല. അവിടെ നമ്മൾ വരുമ്പോൾ മനസ്സിലാക്കണം, ഈ കാര്യം 7-ാം അധ്യായത്തിൽ പറഞ്ഞതായിരുന്നു, അത് ഇപ്പോഴാണ് സംഭവിക്കുന്നത്. ആരെന്നറിയാമോ? കൺവേർട്സ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ വലിയ ഒരു വിഭാഗം കൺവേർട്സിനെ കാണാം. ശ്രദ്ധിച്ചോണം, അവർ സഭയല്ല. The parenthesis probably looks back to the same time period as that converted by the 6 seals, so that the 144,000 must be sealed before the tribulation judgment begins. അതാ ഞാൻ പറഞ്ഞത്. ട്രിബുലേഷൻ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നതിന് മുൻപ് ഇത്രയും പേരെ മുദ്ര കുത്തി അങ്ങോട്ട് മാറ്റും. എന്നിട്ട് പറയും, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പറയും. അവനെ പ്രസംഗിക്കുന്നതിന് റെഡിയാക്കിയിട്ട് 6 മുദ്രകളിൽ ഓരോ മുദ്ര പൊട്ടിക്കാൻ തുടങ്ങത്തുള്ളൂ. അവരെ സുവിശേഷം പ്രസംഗിക്കാൻ യഹൂദ പാസ്റ്റർമാരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ലൈസൻസും ID-യും ഒക്കെ കുമ്പനാട്ടിൽ നിന്നും മുളക്കഴിയിൽ നിന്നും മണക്കാലയിൽ നിന്നും ഒക്കെ കൊടുത്ത് ID-യൊക്കെ മേടിച്ചവർ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ മുദ്രകൾ ഓരോന്ന് പൊട്ടിക്കാൻ തുടങ്ങത്തുള്ളൂ.
ഇനി നമുക്ക് ആശ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. And after these things, I saw 4 angels standing on the 4 corners of the earth, holding the 4 winds of the earth, and that the wind should not blow on the earth, nor on the sea, nor on any tree. ഓക്കെ, ആഫ്റ്റർ ദീസ് തിങ്സ്, ഇത് കഴിഞ്ഞിട്ട്, ഏത് കഴിഞ്ഞിട്ട്? നമ്മളപ്പുറം കാപ്പിടി കഴിഞ്ഞിട്ട്, അല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്, അല്ല ജോലി, അല്ല ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. അങ്ങനല്ല. ആഫ്റ്റർ ദീസ് തിങ്സ് എന്ന് പറയുമ്പം 144,000, 1,44,000 പേരെ മുദ്ര കുത്തി മാറ്റി കഴിഞ്ഞിട്ട്, when the 144,000 evangelists are being sealed, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇനി പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. The 4 quadrants of the compass, that is, the angels will take up the key positions on earth. Their job at this moment was to control these 4 winds until God said release them. ഈ ഏഞ്ചൽസ് ചെയ്യുന്നു ഭൂമിയുടെ 4 ഭാഗത്തും അവർ പൊസിഷൻ ചെയ്തു, നിയന്ത്രണം ഏറ്റെടുത്തു. ആ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷമാണ് എന്നിട്ട് 1, ഇത്തരം പേര് മുദ്ര കുത്തി മാറ്റി. 2, ഇവർ ഭൂമിയുടെ 4 കോർണേഴ്സിൽ കൺട്രോൾ ഏറ്റെടുത്തു. കൺട്രോൾ ഏറ്റെടുത്ത ശേഷമാണ് സംഹാരകന്മാരെ റിലീസ് ചെയ്യുന്നത്. ഇവിടെ 4 വിൻഡ് എന്ന് പറഞ്ഞ് ഫിഗറേറ്റീവ് എക്സ്പ്രഷനാണ് കേട്ടോ. ഫിഗറേറ്റീവ് എക്സ്പ്രഷനാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ 4 കോണിൽ നിന്നും വരുന്നതായ സംഹാരത്തിൻ്റെ കാറ്റാണ് അതിനെ കാണിക്കുന്നത്. അപ്പം the 4 angels will turn off for a period of intrude, the essential engine of our Earth's atmosphere. The wrath is held back until those who must be sealed are sealed. ആദ്യം എന്തെന്നറിയാമോ? നമ്മുടെ ഭൂമിയുടെ, നമ്മുടെ ഈ പ്രകൃതിയുടെ ഒരു വർക്കിംഗ് മെത്തേഡ് ഉണ്ടല്ലോ. വർക്കിംഗ് മെത്തേഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സൂര്യൻ രാവിലെ ഉദിക്കും, വൈകിട്ട് അസ്തമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ സോളാർ സിസ്റ്റം ഭംഗിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനെ അവർ ചിലരൊന്ന് ഓഫ് ചെയ്തിടും. ചിലർ ഓഫ് ചെയ്തിടുമ്പോൾ ഗുണമെന്നറിയാമോ? ഒന്നീ നേരം വെളുക്കുകയല്ല, ചില 10 മണിയായിട്ടും 12 മണിയായിട്ടും നേരം വെളുക്കുക. ചിലക്കാന്ന് സ്വോത്രം ഇത്രയും സന്തോഷിച്ച കാര്യം നേരം വെളുത്തില്ല, നമുക്ക് എഴുന്നേക്കണ്ടല്ലോ, മൂടി പോച്ച് കിടക്കാമല്ലോ, അല്ലേ? സ്വോത്രം ചെയ്തുകൊണ്ട് കിടക്കാം. ഈ ചിലർ കാണുന്നുണ്ടെങ്കിലോ വാച്ച് നോക്കുന്നല്ലാതെ സമയം പോകുന്നില്ല, നേരെ ഇരുട്ടുന്നില്ല. കാരണം എന്താ? ഈ ഭൂമി ഫങ്ഷൻ ചെയ്യുന്ന, സോളാർ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്ന അതിൻ്റെ മെക്കാനിസം ഇവരങ്ങ് ഓഫ് ചെയ്തു. ചിലർക്ക് ടേൺ ഓഫ് ചെയ്തു. ടേൺ ഓഫ് ചെയ്യുന്ന എന്തിനു വേണ്ടി? ഭൂമിയിൽ ഭീതി പരത്തുന്നതിന് വേണ്ടി, ന്യായവിധി വരാൻ പോകുന്നുള്ള ഭീതി പരത്തുന്നതിന് വേണ്ടി. ആ ഭീതി പരത്തിയെങ്കിൽ മാത്രമേ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് നോക്കത്തുള്ളൂ. ദാറ്റ് ഈസ് റീസൺ. ഇനിയും റെവലേഷൻസ് 7:2 നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ ആശ. Revelation 7:2. And I saw another angel ascending from the east, having the seal of the living God, and he cried with a loud voice to the 4 angels, to whom it was given to hurt the earth and the sea. മലയാളത്തിൽ വായിച്ചേ. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കു നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. യെസ്, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യമാണ്. അപ്പം കിഴക്ക് നിന്ന് വേറൊരു ദൂതം വന്നു. ആ ദൂതം വന്നിട്ട് ഈ സംഹാര ദൂതന്മാരോട് പറയുന്നു, ഹോൾഡ് ഓൺ, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരെ ഇത്ര പേരെ എനിക്ക് മുദ്ര വെച്ച് മാറ്റാനുണ്ട്. അവരെ മാറ്റുന്നത് വരെ നിന്റെ ഒരു വർക്കും നീ ചെയ്യരുത്. ഈവൻ ദോ ദിസ് ഗ്രൂപ്പ് വിൽ ബി ഓൺ ദ എർത്ത് ഡ്യൂറിങ് ദിസ് ട്രബിൾ, a wrath that shall fall on the inhabitants of the earth, they will be protected, for they are sealed with God's name on their forehead in full view. ശ്രദ്ധിച്ചോണം,
ഈ മുദ്രയേറ്റ ദൂതന്മാർ മഹോദരകാലം മുഴുവനും ഈ ഭൂമിയിലുണ്ടെങ്കിലും അവർ ഈ മനുഷ്യർ ഉപദേശിമാർ ഇവർ മഹോദരകാലം മുഴുവൻ ഈ ഭൂമിയിലുണ്ടെങ്കിലും അവർക്ക് യാതൊരു വിധമായ ദോഷം ഏൽക്കത്തില്ല. എന്തുകൊണ്ട് ഏൽക്കാത്തത്? ദൈവത്തിൻ്റെ മുദ്ര അവരുടെ നെറ്റിക്കുണ്ട്. God has said over and over throughout the Bible that there has been a remnant of Jews who have not bowed their knees to false gods. വിശുദ്ധ വേദപുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ യഹൂദൻ്റെ ചരിത്രത്തിൽ ഓരോ കാലഘട്ടത്തിലും പറയുന്നത് ഇതുവരെ അന്യദേവന്മാർക്ക് മുട്ടുമടക്കാത്ത ഒരു റെംനന്റിനെ, ഒരു ചെറിയ കൂട്ടത്തെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ടെന്ന. ലക്ഷോപലക്ഷം ആളുകൾ ഇസ്രയേൽ മുഴുവൻ തിങ്ങി പറക്കുന്ന കാലത്താണ് ഏലിയാവ് ചോദിച്ചു, കർത്താവേ, ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. കർത്താവിനല്ല, ബാലിന് മുട്ടുമടക്കാത്ത, അവനെ ചുംബിക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഈ 7000 പേരെന്ന് പറയുമ്പം ഒരു വലിയ സംഗതിയാണ് നമ്മൾ വിചാരിക്കാം. ഐ ടെൽ യു, 0.1% ഇല്ല ജൂയിഷ് പോപ്പുലേഷൻ്റെ അന്നത്തെ ജൂയിഷ് പോപ്പുലേഷൻ്റെ 0.1% ഇല്ല. ഏത്? ഈ 7,000 എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളതോ തീർന്നു, ബാക്കിയുള്ളത് പോയി. ഇനി നമ്മുടെ കാലത്ത് ഇത് തന്നെയാണോ സംഭവിക്കുന്നത്? റോമാലേഖനം 11-ാം അധ്യായത്തിൽ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ അതേ കാര്യമാണ്. ഏത് കാര്യം? ഈ നാശത്തിലേക്കുള്ള വഴി ഭയങ്കര വിശാലമാണ്. അതിൽ എത്രയോ പേരാ പോകുന്നവരെ കടക്കുന്നറിയാമോ? പക്ഷെ ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കം, പാത ഞെരുക്കം, അതിൽ കൂടെ കടക്കുന്നവരെ ചുരുക്കം. ഇടുക്കം, ഞെരുക്കം, ചുരുക്കം. ഓക്കെ, ഇവിടെ ഞാൻ ഇന്നത്തെ ടോപ്പിക്സ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് വരുമ്പോൾ നമുക്ക് വലിയ ഇൻട്രഡക്ഷൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ബേസിലായിരിക്കാം. നെക്സ്റ്റ് ഡേയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സൂം കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യം ഞാൻ സുമിത്തിനോട് പറയാം. മേ ദ ലോർഡ് ബ്ലെസ് ഓൾ ഓഫ് യു. പ്രൈസ് ദി ലോർഡ് വാസേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചോദ്യം ഒത്തിരി എനിക്ക് വിശദീകരണം ഇപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 4 മുദ്രകൾ അല്ലെങ്കിൽ ആദ്യം പറയുന്ന ജഡ്ജ്മെന്റ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും കാഹളത്തിൽ വരുന്ന ജഡ്ജ്മെന്റ്, അത് കഴിഞ്ഞ് ക്രോധകലശത്തിൽ വരുന്ന ജഡ്ജ്മെന്റ്. ഈ 3 ജഡ്ജ്മെന്റും പാരലായി നടക്കുന്നതാണോ അതോ ഘട്ടം ഘട്ടമായി നടക്കുന്നോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഘട്ടം ഘട്ടമായി നടക്കത്തില്ല. ഓക്കെ പ്ലീസ്. ഇതിലെ ആദ്യത്തെ 6 സീല് പൊട്ടിച്ചിട്ട് 7ാമത്തെ സീല് പൊട്ടിക്കാതെ ബാക്കി വെക്കുന്നു. ഇനിയും 7 കാഹളങ്ങൾ 6 കാഹളങ്ങൾ ഊതിയിട്ട് 7ാമത്തെ കാഹളം പൊട്ടിക്കാതെ ഊതാൻ മാറ്റി വെക്കുന്നു. അതിനുശേഷം 7 ക്രോധകലശങ്ങൾ 6 ക്രോധകലശം ഊതുന്നു, 7ാമത്തെ ക്രോധകലശം ഊതുന്നില്ല. അപ്പം അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ഇങ്ങനെ. യെസ്, ഇനി അടുത്ത ചോദ്യം ചോദിച്ചോ. ഞാനത് രണ്ടാമത് ചോദിക്കാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഘട്ടം ഘട്ടമായി, അതായത് ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നതിന് ശേഷം നടക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഏകദേശം ഭൂമിയിൽ 3/2 ഭാഗം പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ബാക്കി ജഡ്ജ്മെന്റ് ഇത് എവിടെ കൊണ്ടുവെക്കും? ഇതാണ് എന്റെ ആശയക്കുഴപ്പമായ ക്വസ്റ്റ്യൻ. പക്ഷെ അതിനെപ്പറ്റി ഒന്നും ആശയക്കുഴപ്പമില്ല. അത് ദൈവം ഭംഗിയായിട്ട് ചെയ്തോളൂ. അത് കർത്താവിൻ്റെ പൂർണ്ണ കപ്പാസിറ്റി ഇരിക്കുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമ്മളെ ആരും വിളിച്ചാൽ ഇത്തരം തീർന്നു ഇനി ബാക്കി അങ്ങനെ നീ ഒന്ന് പറഞ്ഞു തന്നേ എന്നിട്ട് ചോദിക്കത്തില്ല. ദാറ്റ്സ് ഓൾ ഇൻ ദ ഡിവൈൻ പ്ലാൻ. നമ്മൾക്ക് അതിനെപ്പറ്റി ഒന്നും അസ്യൂം ചെയ്ത് പറയാൻ പറ്റത്തില്ല. വെളിപ്പാട് ദിവസം പഠിപ്പിക്കുമ്പോൾ വലിയ സംഗതി, ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് ഒരു അസ്യൂം ചെയ്ത് എൻ്റെ അസംഷൻ ഞാൻ പറയാം എന്ന് പറയാൻ ഒരു കാര്യം പിതാവിൻ്റെ തിരുഹിതത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. And he knows it, he will execute it, we only see it, keep silent. Thank you. Your question is very valid. ഇനി നമ്മുടെ KT ജോസഫ് പാസ്റ്ററാണല്ലോ അടുത്ത ചോദ്യം. അതെ, പ്ലീസ് അൺമ്യൂട്ട് KT ജോസഫ്. യെസ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, നമ്മൾ എത്തിക്കൽ ലെവലിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.
അപ്പോൾ അപ്പസ്തോലിക ഉപദേശങ്ങളെല്ലാം അനുസരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സഭ ഒരു IPCയോ ഷാരോനോ AGയോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച് ആണെങ്കിൽ അത് നമ്മുടെ രക്ഷയെ ബാധിക്കുമോ? അത് നമ്മുടെ രക്ഷയെ ബാധിക്കും, ബാധിക്കാതെയും ഇരിക്കും. ബാധിക്കുന്നതും ബാധിക്കാതിരിക്കുന്നതും എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ബാധിക്കുന്നത്, അവിടുത്തെ പാസ്റ്റർ ഒരു ഇൻഡിപെൻഡന്റ് പാസ്റ്റർ, ആ പുള്ളിയുടെ മേലിൽ ആരുമില്ല, ആരോടും അക്കൗണ്ട് പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തെ ആരും കറക്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് പഠിച്ച കുറേ കാര്യങ്ങളും അത് ബേസിക്സ് ആയിരിക്കും, കിൻഡർ ഗാർഡൻ നോളജാണ്. അതിനുശേഷം അദ്ദേഹം നോളജ് ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും പോയി നമ്മൾ ഗുണം പിടിക്കാൻ ഈ പുള്ളിയെ സമ്മതിക്കത്തില്ല. ആരെങ്കിലും അതിനെ അറിയാവുന്ന ആൾ ആ ദേശത്ത് അങ്ങനെ ഒരു കൺവെൻഷനോ പ്രസംഗത്തിനോ വന്നാൽ ഇദ്ദേഹം പെട്ടെന്ന് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കും. എന്തിന്? ഇവിടുന്ന് ആരും അങ്ങോട്ട് പോകാതിരിക്കാൻ. അപ്പം ഈ കക്ഷിയാണ് നമ്മൾ രക്ഷപ്പെടാൻ സമ്മതിക്കാത്തത്. അപ്പോൾ ഒന്ന്, ആ ചർച്ചിൽ നമ്മൾ പോകുന്നു എന്നുള്ളത് നമ്മുടെ രക്ഷയെ ബാധിക്കും. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് നമ്മൾ ആ ചർച്ചിൽ വിടണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ചർച്ചിൽ പോകുമ്പോൾ തന്നെ വചനം പഠിച്ച് വചനപ്രകാരം ജീവിക്കുകയും അവിടെ ഒരു തെറ്റായ കാര്യം പറഞ്ഞാൽ അവിടെ കിടക്കട്ടെ, നമ്മൾ അനുസരിക്കാൻ പോകണ്ട. അവിടെ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, അവിടെ ഒരിക്കലും പഠിപ്പിക്കാത്ത കാര്യങ്ങളുണ്ട്. അതും തിരുവെഴുത്തുകൾ വായിച്ച് ശോധന ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾക്ക് പഠിച്ച് നമ്മൾ ആ ചർച്ചിൽ ഡോക്ട്രൈനിൽ പെർഫെക്ഷൻ ഇല്ലാത്ത ആ ചർച്ചിൽ ഡോക്ട്രൈനിൽ പെർഫെക്ഷനോട് നിൽക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും. കാരണം ഡോക്ട്രൈനിൽ പെർഫെക്ഷനുള്ള, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ പെർഫെക്ഷനുള്ള സഭകൾ ഇന്ന് ഭൂമിയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഓക്കെ. പക്ഷേ പിന്നെ ഈ എത്തിക്കൽ ലെവലില് ചില അപ്പസ്തോലിക ഉപദേശങ്ങൾ നമ്മൾ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ചുരുക്കത്തിൽ അതെന്താണെന്നൊന്ന് പറയാമോ? പറയാൻ പറ്റത്തില്ല, കാര്യം അത് ചുരുക്കമില്ല. ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ഉണ്ടല്ലോ, അതിനകത്തുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ കൊല്ലം 5 നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. അതെ. കാര്യം അതിനകത്തൊരു ചുരുക്കമില്ല. അതിനകത്ത് നമ്മളിപ്പോ ഒരു ചോറ്റുപാത്രം കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ആനയൊക്കെ ഉണ്ട്. ചോറ്റുപാത്രത്തിൽ ആനയ്ക്ക് തന്നേക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. നമ്മളല്ലേ ഒരു ചോറ്റുപാത്രത്തിൽ അതിനകത്ത് ആനയ്ക്ക് തന്നേക്കാൻ നടക്കുന്ന കാര്യമാണ്. അതിന് ചുരുക്കമില്ല. അപ്പൊ ഈ ലേഖനങ്ങൾ മുഴുവൻ നമ്മള് പഠിച്ച് അതിനകത്ത് നമ്മള് ബിഹേവിയർ ആയിട്ട് ചെയ്യേണ്ടതെല്ലാം നമ്മള് പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഒരുത്തൻ പോരാടിയാലും ചട്ടപ്രകാരം പോരായികിൽ കിരീടം പ്രാപിക്കത്തില്ല. നിങ്ങൾ എത്ര വിശ്വസിച്ചാലും പ്രസംഗിച്ചാലും രോഗശാന്തി നടത്തിയാലും അന്യഭാഷ പറഞ്ഞാലും ഭൂതങ്ങളെ ഓടിച്ചാലും, ഉപദേശമാരെ കാണുമ്പോഴേ പല ഭൂതങ്ങളും ഓടിക്കേണ്ട ആവശ്യമില്ല. ഓടിച്ചാലും ഡോക്ട്രൈനൽ ഇംപെർഫെക്ഷൻ ആണ് എങ്കിൽ, ചട്ടപ്രകാരം പോരായികിൽ, ഇഫ് യു ആർ ഡിഫക്റ്റീവ് ഇൻ ദ ഡോക്ട്രിൻ ദാറ്റ് യു പ്രാക്ടീസ്, യു വോണ്ട് എൻ്റർ ഇൻ ടു ദി കിങ്ഡം ഓഫ് ഗോഡ്. അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വരത്തില്ല. ദാറ്റ് ഈസ് ഇറ്റ്. പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം റൈറ്റ് ആണെങ്കിൽ ദൈവം അതിനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തരത്തില്ലയോ? നമുക്ക് ക്വസ്റ്റ്യൻ. ദൈവം വലിയ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘനിശ്വാസം നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. അല്ലേ? കർത്താവേ, എനിക്ക് അങ്ങയുടെ ഹൃദയപ്രകാരം ആയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവം നിന്നെ എതിലെങ്കിലും റൈറ്റ് പാത്തിൽ എത്തിച്ച് പഠിപ്പിച്ച് നിത്യത്തിലെത്തിക്കണം. കാര്യം അതിനാണ് നമുക്കൊരു ട്യൂഷൻ സാറിനെ അയച്ചിട്ടുള്ളത്. ആരാ? പരിശുദ്ധാത്മാവ്. എപ്പോഴും നമ്മളോടിരുന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന്. യെസ്. ഇനി നമ്മുടെ അനൂജ് സാറിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അനൂജ് സാറേ ഇന്ന് ഇല്ല. സ്തോത്രം. സാറേ ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ. കേക്കട്ടെ സാറേ. ഈ 144,000 സാറ് പറഞ്ഞപ്പോ അവര് സീൽഡ് ആണല്ലോ. അപ്പോ അവർക്ക് ത്രൂ ഔട്ട് ദ ട്രിബുലേഷൻ will they be martyred or will they not be martyred? They will not be martyred. Totally. Up to the end. Okay. പിന്നെ ഈ ആഫ്റ്റർ ദീസ് തിങ്സ് എന്ന് പറയുമ്പോൾ സാറേ, ക്രോണോളജിക്കൽ ഓർഡർ പോലെ അത് മനസ്സിലാക്കത്തുള്ളൂ. അപ്പം ഈ വിച്ച് ഇസ് ക്രോണോളജിക്കൽ ഓർഡർ, വിച്ച് ഇസ് നോട്ട് എന്നുള്ളത് അത് എങ്ങനെയാ സാറേ ഒരു സാധാരണക്കാരന് മനസ്സിലാവാം? സാധാരണക്കാരന് മനസ്സിലാകാൻ പറഞ്ഞാൽ അതുകൊണ്ടാവും വരികയൊക്കെ നമ്മുടെ ബൈബിൾ ക്ലാസ് വരണമെന്ന് പറയുന്നത്.
മനസ്സിലായി? ഞാൻ സാധാരണക്കാരനാണ്, എനിക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെയുള്ള ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കാൻ വരണം. ഇപ്പം ഞാൻ ക്രോണോളജി പറഞ്ഞല്ലോ, എന്തൊക്കെ കാര്യങ്ങൾക്ക് ശേഷം എന്നുള്ളത്. അപ്പോൾ അത് മര്യാദയ്ക്ക് വന്നിരുന്ന് പഠിക്കാനുള്ള മനസ്സിൽ കർത്താവ് പറഞ്ഞു, ജീവൻ പ്രാപിക്കുന്നതിന് എൻ്റെ അടുക്കൽ വരെ നിങ്ങൾക്ക് മനസ്സില്ല. ജീവൻ പ്രാപിക്കുന്ന എൻ്റെ അടുത്ത് വരെ നിങ്ങൾക്ക് മനസ്സില്ല. വെളിപ്പാട് പുസ്തകം പൊരുതിരിച്ച് പഠിക്കുന്ന ഈ ക്ലാസ്സിൽ ഒന്ന് മര്യാദയ്ക്കിരുന്ന് കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സില്ല. എന്തോ ചെയ്യാൻ പറ്റും പിന്നെ? ഓക്കെ.